ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കോഴിക്കോട് മാങ്കാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്കൊരു 5-6 വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് വായിൽ ഇങ്ങനെ പുണ്ണുണ്ടാവുമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര നീറ്റലായിരുന്നു. ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച തേനൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് അത് സൗഖ്യപ്പെട്ടു. ഒരു വർഷം ഇതുവരെ സൗഖ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? നല്ലൊരു കൈയ്യടി കൊടുത്തേക്കും കണ്ടോ. 5-6 വർഷമായിട്ടുള്ള ഒരു രോഗപീഠിയാണ് ഈ വായ്പുണ്ണ് അല്ലെങ്കിൽ വായിൽ പോളം വരിക. ഇപ്പോൾ നമ്മുടെ വെഞ്ചരിച്ച തേൻ ഒലിവ് ഓയിലൊക്കെ പുരട്ടി അതൊക്കെ പ്രാർത്ഥിച്ച് ഇപ്പോൾ സൗഖ്യം കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് നന്ദി പറയാൻ വന്നിരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 7-8 വർഷമായിട്ട് എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ, അതിശക്തമായ മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ മെയ് മാസത്തെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ഒരിക്കലും മൈഗ്രെയിൻ വന്നിട്ടില്ല. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ലഭിച്ച വെഞ്ചരിച്ച ആനവെള്ളമൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടില്ല. എത്ര വർഷമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു? ഒരു 7 years. നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ. മനസ്സിലായോ? അപ്പോൾ മോൾക്കപ്പോൾ എത്ര ദിവസം കഴിയുമ്പോഴേക്കും വയറ്റിൽ നിന്ന് പോവുക? 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെയാണോ? ഒരാഴ്ചയൊക്കെ ഉണ്ടോ? ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ വയറ്റിൽ നിന്ന് പോവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം തന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എന്തുമാത്രം അസ്വസ്ഥതയും ശരീരത്തിന് ഉണ്ടോ. ഒരുപാട് ഇതിൻ്റെ തീവ്രത മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തീവ്രത കൂടി പറഞ്ഞോളൂ കേട്ടോ. ഒരാഴ്ചയൊക്കെ 7 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ അല്പം വയറ്റിൽ നിന്ന് പോകും. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ മലബന്ധം കേട്ടോ. പിന്നെ എനിക്ക് പറയാൻ നാണായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ അത് പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ആണ്ടോ ഇത് സൗഖ്യം കിട്ടിയിട്ട് നന്ദി പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഈശോയോട് പറയാന്നല്ലേ. അപ്പോൾ പിന്നെ വീണ്ടും സൗഖ്യം കിട്ടി. കണ്ടോ, ഒരു വർഷമായി. നല്ലൊരു വീഡിയോ കൊടുത്തേ കണ്ടോ. വെഞ്ചരിച്ച തേനും സാധാരണ തേൻ കഴിച്ചാൽ എങ്ങനെയാണ്? തേൻ കഴിച്ചാൽ മലബന്ധം ഇല്ലാത്തവർക്ക് മലബന്ധം വരും. അങ്ങനെയാണ് വരിക തേൻ. പക്ഷേ ഇവിടത്തെ നമ്മുടെ വെഞ്ചരിച്ച തേൻ കഴിക്കുമ്പോൾ എന്തുണ്ടാവും? ഈ മലബന്ധം ഉള്ളത് മാറിപ്പോവാണ്. വെഞ്ചരിച്ച വെള്ളം, അതായത് ഹന്നാവെള്ളം, അത് മാറിപ്പോവാണ്. ഈ ഹന്നാവെള്ളം കഴിച്ച് മലബന്ധം മാറിപ്പോയി എത്ര സാക്ഷിയെന്നറിയാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തേക്കിൻ്റെ സാക്ഷി ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത്.